സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്തായാലും ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ അല്ലേ? എന്നാൽ എല്ലാ ദിവസവും രാവിലെ മുതലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപങ്ങളും വരും കാലത്തെക്കുറിച്ചുള്ള പേടിയും കൊണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളുടെ മനസ്സ് വല്ലാതെ വിങ്ങുന്നില്ലേ? അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഷലിപ്തമായിരിക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ശരീരം വൃത്തിയാക്കാറില്ലേ? അതേപോലെ നല്ല ഭക്ഷണം കഴിക്കാറില്ലേ? നല്ല വസ്ത്രം ധരിക്കാറില്ലേ? പക്ഷെ നമ്മളുടെ മനസ്സ് വൃത്തിയാക്കാറുണ്ടോ? നമ്മളുടെ മനസ്സ് എപ്പോഴെങ്കിലും നമ്മൾ ശുചിയാക്കാറുണ്ടോ? നമ്മളുടെ കൈ നിറയെ പണമുണ്ടാവും, എന്നാൽ മനസ്സമാധാനമില്ല. അതേപോലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ നമ്മളുടെ മനസ്സ് ശൂന്യമായിരിക്കും. നിങ്ങൾ ഓർത്തു നോക്കൂ, ഓരോ ദിവസവും നമ്മൾ എത്രത്തോളമാണ് വിഷം വലിച്ചെടുക്കുന്നത്. പല സ്ഥലത്തുനിന്നും നെഗറ്റീവും പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് എത്തിപ്പെടുന്നില്ലേ? ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ പുറം ലോകത്തോടല്ല നമ്മളുടെ പോരാട്ടം, നമ്മളുടെയൊക്കെ പോരാട്ടം മനസ്സിനോട് തന്നെയാണ്. നമ്മളുടെ മനസ്സിന് ബോധ മനസ്സും അബോധ മനസ്സുമുണ്ട്. ഉപബോധ മനസ്സിലാണ് എപ്പോഴും നെഗറ്റീവും എല്ലാ കാര്യങ്ങളും അടിഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? എന്തിനാണ് ചിന്തിച്ചു കൂട്ടുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ മറന്നേക്കൂ. വരും കാലത്തെ, ആദരണീയനായ വരും കാലത്തെ നമ്മൾ ക്ഷണിക്കുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ സുരക്ഷിതത്വ ബോധത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുക. എന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മളുടെ മനസ്സിന് ശാന്തത കിട്ടാൻ? ഒരു 3 കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒന്നാമതായിട്ട്, ഒരു 10-15 മിനിറ്റ് ശ്വാസോച്ഛ്വാസം വലിച്ചുകൊണ്ട് നമ്മൾ ധ്യാനത്തിലിരിക്കുക. നല്ല ശാന്തത കിട്ടും. രണ്ടാമതായിട്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളോട് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. മൂന്നാമതായിട്ട്, മൊബൈൽ ഫോൺ പോലത്തെ മീഡിയകൾ അമിതമായി രാത്രി എത്തിക്കഴിഞ്ഞാൽ ഉപയോഗം നിർത്തുക. ഉറക്കം പ്രധാനപ്പെട്ട കാരണമാണ്, ഒരു പ്രധാന കാര്യമാണ് ഉറക്കം. നന്നായി ഉറങ്ങുക. രാവിലെ ഉണരുന്ന സമയവും രാത്രി ഉറങ്ങുന്ന സമയവും ഏകദേശം ക്രമീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് മാറ്റമില്ലെങ്കിൽ നല്ല ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കുക, വളരെ പെട്ടെന്ന്.